നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പാചകത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഉഴുന്നോടെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? ഇന്ന് നമുക്ക് നല്ല ലൈറ്റായിട്ടുള്ള, പുറമേ നല്ല മൊരുമുരാന്നും ഉള്ളിൽ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നോടെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ ഉഴുന്നോടെ എത്ര തണുത്താലും അതിൻ്റെ സോഫ്റ്റ്നെസ്സിന് യാതൊരു കുറവും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നല്ല ഉഴുന്നോടെ നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാമോളം ഉഴുന്നെടുത്തിട്ടുണ്ട്. ഉഴുന്നോടെ നന്നായിട്ട് കിട്ടാനായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല ഉഴുന്നായിരിക്കണം നമ്മൾ എടുക്കുന്നത്. കുറേ പഴയ സ്റ്റോക്കായിട്ടുള്ള ഉഴുന്നൊക്കെ മേടിച്ചിട്ട് ഉഴുന്നോടെ ഉണ്ടാക്കിയാൽ ഉഴുന്നോടെ ഹാർഡായി പോകും. കുറച്ച് കൂടുതൽ മഞ്ഞ നിറത്തിലൊക്കെ കാണുന്ന ഉഴുന്ന് പഴയ ഉഴുന്നായിരിക്കും. അതുകൊണ്ട് ഉഴുന്നോടെ ഉണ്ടാക്കിയാൽ അതിന് മാർദ്ദവം കുറവായിരിക്കും. അപ്പോൾ നല്ല ഉഴുന്ന് നോക്കി മേടിക്കുക. എന്നിട്ടത് ഒരു 3-4 തവണ ഒന്ന് കഴുകിയെടുക്കുക. ഇനി ഇത് കുറച്ച് കൂടുതൽ വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തിയെടുക്കണം. മിനിമം ഒരു 4-5 മണിക്കൂർ കുതിർത്തിയെടുത്താലും നമുക്ക് അരച്ചെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഓവർനൈറ്റ് കുതിർത്താലും കുഴപ്പമില്ല. ഞാനിതിപ്പോൾ 5 മണിക്കൂറാണ് കുതിർത്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഉഴുന്ന് അരയ്ക്കാൻ പാകത്തിന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് നമുക്ക് ഒന്നെങ്കിൽ ഗ്രൈൻഡറിൽ അരച്ചെടുക്കാം, അല്ലെങ്കിൽ മിക്സിയിൽ അരച്ചെടുക്കാം. മിക്സിയിലാണ് അരയ്ക്കുന്നതെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിൽ അരയ്ക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ എളുപ്പത്തിൽ അരഞ്ഞു കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്കിതൊരു 3-4 തവണയായിട്ട് അരച്ചെടുക്കാം. ഇത് അരയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നതിനുള്ള ഒന്നാമത്തെ കാരണം, അരച്ചെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. പിന്നെ നമ്മളിത് അരച്ചെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നതെങ്കിൽ നമ്മുടെ ബാറ്റർ കൂടുതൽ ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഉഴുന്നുവടയ്ക്ക് ഒരുപാട് ലൂസായിട്ടുള്ള ഒരു മാവല്ല നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം 1 ടീസ്പൂൺ വെള്ളമാണ് ചേർക്കുന്നത്. പക്ഷെ നമുക്കിതുകൊണ്ട് മതിയാവില്ല. ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ഇതിലേക്ക് വേണ്ടി വരും. അരയ്ക്കുന്ന വഴി നമുക്ക് ആവശ്യമുള്ളതുപോലെ അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട കിട്ടാനായിട്ട് നമ്മളിത് ഒട്ടും തരിയില്ലാതെ വേണം അരച്ചെടുക്കാൻ. നമ്മളിത് അരയ്ക്കുമ്പോൾ ഈ അടപ്പിലേക്ക് തെറിച്ചതും ഈ സൈഡിലുള്ളതും ഒക്കെ നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഉള്ളിലേക്ക് ആക്കിയിട്ട് വേണം അരച്ചെടുക്കാൻ, അല്ലെങ്കിൽ മാവിൽ അതിൻ്റെ തരി ഉണ്ടാവും. അപ്പോൾ ഉഴുന്ന് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് നമുക്ക് ഒരു ഗ്ലാസ്സിൽ അല്പം വെള്ളം എടുത്ത് ഈ ഉഴുന്ന് അല്പം ഇട്ട് കൊടുത്താൽ, നന്നായിട്ട് അരയാത്ത ഉഴുന്നാണെങ്കിൽ മാവ് ഇതുപോലെ അടിയിലേക്ക് താഴ്ന്നു പോകും. ഈ പാകത്തിലുള്ള മാവ് കൊണ്ട് നമ്മൾ ഉഴുന്നോടെ ഉണ്ടാക്കിയാൽ ഉഴുന്നോടെ വല്ലാതെ ഹാർഡായി പോകും. ഒട്ടും മാർദ്ദം ഉണ്ടാവില്ല അതിന്. നന്നായിട്ട് അരഞ്ഞു കഴിയുമ്പോൾ ഇതിലൊട്ടും തരി ഉണ്ടാവില്ല. നമ്മളിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അരച്ചെടുത്ത മാവ് നമുക്ക് അല്പം വിസ്താരമുള്ള ഒരു പാത്രത്തിലേക്ക് എടുക്കാം. ബാക്കിയുള്ള ഉഴുന്നും ഇതേപോലെ കുറേശ്ശായിട്ട് നമുക്ക് അരച്ചെടുക്കാം. പിന്നെ നമ്മൾ ഉഴുന്നരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, മാവ് അധികം ചൂടാകാൻ പാടില്ല. മാവ് കൂടുതൽ ചൂടായാൽ അതിലൊരു കയ്പ്പരസം ഉണ്ടാകും. അപ്പോൾ ആ ഉഴുന്നുവടയ്ക്ക് ഒരു കയ്പ്പരസം ഉണ്ടാകും. മാവ് ചൂടാന്ന് തോന്നുന്ന സമയത്ത് കുറച്ചു നേരം മിക്സി ഓഫ് ചെയ്ത് പിന്നെ അതിൻ്റെ ചൂടൊന്ന് പോയ ശേഷം വീണ്ടും നന്നായിട്ട് അരച്ചെടുക്കും. തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് അരയ്ക്കുകയാണെങ്കിൽ അത് അത്രയ്ക്കും ചൂടാകാതെ നമുക്ക് അരയ്ക്കാൻ പറ്റും. മാവ് മുഴുവൻ റെഡിയായി കഴിയുമ്പോൾ നമുക്കിത് കൈകൊണ്ടൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 5-6 മിനിറ്റ് കഴിയുന്നതും ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ ഇങ്ങനെ ഇളക്കിയെടുക്കണം. ഇതിലേക്ക് കൂടുതൽ എയർ കിടക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് എയറി ആയിട്ടുള്ള ബാറ്റർ കൊണ്ട് നമ്മൾ ഉഴുന്നോടെ ഉണ്ടാക്കുമ്പോഴാണ് അത് കൂടുതൽ ക്രിസ്പി ആയിട്ട് കിട്ടുക. നല്ലപോലെ അരഞ്ഞ് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുള്ള ബാറ്റർ അതിന് അല്പം എടുത്ത് നമ്മൾ ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ട് നോക്കിയാൽ അത് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത് കാണാൻ പറ്റും. ഇനി മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി മനസ്സിലാക്കാനായിട്ട് നമ്മളൊരു സ്പൂണിലോ ഒരു സ്പാച്ചുലയിലോ കുറച്ച് മാവ് ഇങ്ങനെ എടുത്തിട്ട് ഒരല്പം ഹൈറ്റിൽ പിടിച്ചിട്ട് അതിങ്ങനെ ചെരിച്ച് നോക്കുക. അപ്പോൾ അത് ഒരു 3-4 സെക്കൻഡ് അതങ്ങനെ ഹോൾഡ് ചെയ്ത ശേഷം അത് സാവധാനം താഴേക്ക് വീഴുന്ന കാണാം, തനിയെ താഴേക്ക് വീഴുന്ന കാണാം. ഇപ്പോൾ സ്പൂണിൽ തന്നെ അത് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ മാവ് കൂടുതൽ ടൈറ്റ് ആണെന്നാണ്. അപ്പോൾ ഒന്നുകൂടി അന്ന് നമ്മൾ അല്പം കൂടി വെള്ളം തളിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ച് ബീറ്റ് ചെയ്തെടുത്ത് ഫ്ലഫി ആക്കി എടുക്കുക. നമ്മൾ ഈ ഉഴുന്നുവടയിൽ ബേക്കിംഗ് സോഡയൊന്നും ഒട്ടും ചേർക്കുന്നില്ല. അപ്പോൾ അതൊന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും. എന്ന് വെച്ചാൽ മാവ് പുളിപ്പിച്ചെടുക്കാനല്ല, ഒരു 3-4 മണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. നല്ല ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ 3 മണിക്കൂറൊക്കെ മതിയാവും.
ഇപ്പം ഏകദേശം ഒരു 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഉഴുന്നുവടയിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതൊന്നും ചേർക്കാതെ വെറുതെ ആ മാവ് കൊണ്ട് ഉഴുന്നുവട ഉണ്ടാക്കിയാലും നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ഇവിടെ മക്കൾക്കൊക്കെ അത് അങ്ങനെ ഉണ്ടാക്കുന്ന ഉഴുന്നുവടയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും സവാളയൊക്കെ ചേർക്കുന്നുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി, ഇതൊരു 7 ഗ്രാമൊക്കെ ഉള്ളൂ. പിന്നെ ഒരു സവാളയുടെ പകുതി, ഇതൊരു 70 ഗ്രാം ഉണ്ട്. പിന്നെ ഒരു അല്പം കുരുമുളക്, പിന്നെ ഒരു 3-4 പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില. ഇതൊക്കെ നമുക്ക് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇപ്പം ഒന്നുകിൽ കത്തി കൊണ്ട് അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിനായിട്ട് എൻ്റെ ഒരു മിനി ഹാൻഡ് ചോപ്പർ ഉണ്ട്, അതിലാണ് ഞാൻ ചെയ്യുന്നത്. ഇതുപോലെ ഒന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നല്ല പൊടിപൊടിയായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഒരു 4 മണിക്കൂർ കൊണ്ട് നമ്മുടെ ബാറ്റർ അല്പം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മളിത് നോക്കുമ്പോൾ ഇതിൽ കൂടുതൽ എയർ പോക്കറ്റ്സ് ഇങ്ങനെ കാണാൻ പറ്റും, കണ്ടോ? ഇത് നമുക്കിനി അധികം ഡിസ്റ്റർബ് ചെയ്യാതെ, ഇത് ഒത്തിരി നമ്മളങ്ങനെ ഇളക്കിയാൽ ഇതൊക്കെ പൊട്ടിപ്പോകും, അങ്ങനെ ആക്കാതെ സാവധാനം ഒന്ന് ഇളക്കി നമ്മൾ പരിഞ്ഞു വെച്ച സാധനങ്ങളോട് ചേർത്ത് സാവധാനം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്കൊരല്പം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കായം ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മൾ സവാളയൊക്കെ ചേർത്ത് കുറേ നേരം മാവ് വെച്ചാൽ മാവ് കൂടുതൽ ലൂസായി പോകും. മാവ് കൂടുതൽ ലൂസായാലും നമ്മൾ അതുകൊണ്ട് ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ നമുക്കത് ഷേപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അത് കൂടുതൽ എണ്ണ വലിച്ചെടുക്കുന്ന പോലെയാവും. ഞാൻ അടുപ്പിൽ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഷേപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഈ മാവ് നമ്മൾ ഇതുപോലെ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ? അപ്പോൾ നമുക്കിത് ഒട്ടാതെ കിട്ടാനായിട്ട് കൈ ഒന്ന് വെള്ളത്തിൽ മുക്കി കുടഞ്ഞ് അതിനുശേഷം മാവ് എടുത്താൽ നമുക്കിത് ഒട്ടാതെ തന്നെ കിട്ടുന്ന കാണാം. ഇനി ഇത് ഷേപ്പ് ചെയ്യാനായിട്ട് നടുവിലൊരു ഹോൾ ഇടണമല്ലോ. ഒന്നുകിൽ നമ്മുടെ ഈ തള്ളവിരൽ കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ സൗകര്യപ്രദമായിട്ടുള്ളത് ഇടത് കൈയുടെ ചൂണ്ടുവിരൽ കൊണ്ട് ഇതിനുള്ളിൽ ഇതുപോലെ ഹോളിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ എളുപ്പമായിട്ട് തോന്നുന്നത് അതുപോലെ ചെയ്യാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നല്ല ചൂടുള്ള എണ്ണയിൽ വേണം നമ്മൾ ഈ മാവിട്ട് കൊടുക്കാൻ. അതിനുശേഷം ഇത് ഫ്രൈ ചെയ്യുന്നത് ഒരു മീഡിയം ചൂടിലായിരിക്കണം. എണ്ണ നന്നായിട്ട് ചൂടായില്ലെങ്കിൽ ഉഴുന്നുവട വല്ലാതെ എണ്ണ കുടിക്കും. ചൂടായെന്ന് അറിയാനായിട്ട് കുറച്ച് മാവിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് താഴെ പോയിട്ട് അതൊരു മീഡിയം സ്പീഡിൽ മുകളിലേക്ക് പൊങ്ങി വരുന്നത് കാണാൻ പറ്റും. മാവ് പെട്ടെന്ന് പൊങ്ങി വന്നാൽ എണ്ണയുടെ ചൂട് വല്ലാണ്ട് കൂടുതലാണെന്നാണ്. അപ്പം അല്പം ചൂടൊന്ന് കുറച്ചിട്ട് വേണം മാവിട്ട് കൊടുക്കാൻ. ഇനി ഈ മാവ് താഴെ പോയിട്ട് വളരെ സാവധാനമാണ് പൊങ്ങി വരുന്നതെങ്കിൽ എണ്ണയുടെ ചൂട് അല്പം പോലും പാകമായിട്ടില്ല എന്നാണ്. ഇപ്പം ഇത് കറക്റ്റ് ചൂടാണ്. അപ്പം നമുക്ക് ഷേപ്പ് ചെയ്ത ഓരോ വടയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് ഷേപ്പ് ചെയ്ത ശേഷം നമ്മളിങ്ങനെ കമഴ്ത്തി പിടിച്ചിട്ട് നമ്മുടെ ഈ വിരൽ പതുക്കി ഒന്ന് അനക്കി കൊടുത്താൽ മതി. കയ്യിൽ വെള്ളമുള്ളതുകൊണ്ട് മാവ് തനിയെ തന്നെ താഴേക്ക് വീണുള്ളൂ. ഇതിങ്ങനെ പൊങ്ങി വന്ന് ഒരല്പം കഴിയുമ്പോഴേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ വിള്ളൽ പോലെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇതിടുന്ന സമയത്ത് അധികം ധൃതി പിടിക്കാതെ സാവധാനം ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ കയ്യിലേക്ക് എണ്ണ തെറിക്കുകയോ പൊള്ളോ ഒന്നും ഉണ്ടാവില്ല. ഇതിന് നല്ലൊരു കളറാവുന്നത് വരെ നമുക്ക് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കൂടുതൽ നേരം നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്യേണ്ടി വന്നാൽ ഉഴുന്നയുടെ സോഫ്റ്റ്നെസ് കുറഞ്ഞു പോകും. പാകത്തിനൊരു ചൂടായിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ നമ്മൾ തീ കൺട്രോൾ ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ ബാച്ച് നമുക്ക് കോരി മാറ്റാറായിട്ടുണ്ട്. ഇതേപോലെ ബാക്കി മാവ് കൊണ്ടും നമുക്ക് ഉഴുന്നുവട ചുട്ടെടുക്കാം. ചൂടോടെ കഴിക്കുമ്പോൾ നല്ല മൊരുമൊരാന്നാണ് നമ്മുടെ ഉഴുന്നുവട ഉണ്ടാവുക. നമുക്ക് ഉഴുന്നുവടയോട് നല്ലൊരു കാപ്പി വേണം. പിന്നെ സാമ്പാറോ ചട്നിയോ ഉണ്ടെങ്കിൽ അതും കൂടുതൽ നല്ലതായിരിക്കും. ഉഴുന്നുവട ഇതുവരെ ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ലെങ്കിൽ ഈ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നല്ല ഉഴുന്നുവട നിങ്ങൾക്ക് കിട്ടും. ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഉഴുന്നായിരിക്കണം നമ്മൾ മേടിക്കേണ്ടത്. ഉഴുന്ന് മോശമായിട്ടുണ്ടെങ്കിൽ ഉഴുന്നുവട ശരിയായി കിട്ടില്ല.
ഇനി നിങ്ങൾ മാവ് അരച്ച് കഴിയുമ്പം അത് കൂടുതൽ ലൂസായി പോയെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സെറ്റായി കിട്ടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.